ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഖബറിന്മേൽ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും എന്ന നിലക്ക് ആ നിലക്ക് ചെടികൾ നടുന്ന സമ്പ്രദായം ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല. അടയാളത്തിന് വേണ്ടി ഒരു കല്ല് വെക്കുന്നു എന്നുള്ളതല്ലാതെ. പ്രിയമുള്ളവരെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ച ആൾ ഖബറടക്കിയാൽ അതിന് മുകളിൽ നമ്മളൊരു ചെടി കുഴിച്ചിടാറുണ്ട്. ഈ ചെടി കുഴിച്ചിടുന്നത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇയാൾ പറയുന്നത് എന്തിനാണെന്നും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നുപോയ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. ഈ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന മട്ടൽ രണ്ടായി ചെയ്തിട്ട് ആ രണ്ട് ഖബറാളിയുടെ ഖബറിന് പുറത്തും കുത്തിവെക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ രണ്ട് ഈത്തപ്പന മട്ടലുകൾ ഉണങ്ങാത്ത കാലത്തോളം ഖബറാളികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇയാൾ പറയുന്നത്, പക്ഷേ അതിൻ്റെ അർത്ഥം ഈ ഈത്തപ്പന മട്ടലുകൾ തസ്ബീഹ് ചൊല്ലും എന്നൊന്നല്ല എന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് ഈ സ്വഹീഹായ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഫതുൽ ബാരിയിലും അതുപോലെ ശറഹ് മുസ്ലിമിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഇദ്ദേഹം പറയുന്നത് പച്ച കളവാണെന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടും. ഫതുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മഅന ഫീ അന്നഹു യുസബ്ബിഹു മാ ദാമ റാബിത. അത് പച്ചയായി നിൽക്കുന്ന കാലത്തോളം അത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ഫയഹ്സുലു തഖ്ഫീഫു ബി ബറകതി തസ്ബീഹി. ആ തസ്ബീഹ് കാരണമായി കൊണ്ട് ബറക്കത്ത് ലഭിക്കും. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കും. വകദാലിക ഫീമാ ഫീഹി ബറകത്തു ദിക്രി വ തിലാവത്തുൽ ഖുർആനി മിൻ ബാബിൽ ഔല. ഇപ്രകാരം തന്നെ ഒരു ഈത്തപ്പന മട്ടലിന്റെ തസ്ബീഹ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിൽ ലഘൂകരണം ലഭിക്കുന്നുവെങ്കിൽ, ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കുന്നുവെങ്കിൽ ദിക്ർ ചെല്ലലും ഖുർആൻ ഓതലും ഒക്കെ അതിനേക്കാൾ ഖബറിൽ ലഘൂകരണം ലഭിക്കാൻ നല്ലതാണ് എന്നും ഫതുൽ ബാരിയിൽ കാണാൻ സാധിക്കും. ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി കാണാം. വസ്തഹബ്ബൽ ഉലമാഉ ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖബരി ലിഹാദൽ ഹദീസ്. ഈ ഹദീസ് മുൻനിർത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതണം എന്ന് സുന്നത്താണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്, സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവരുടെ സൂക്കേടെന്ന് മനസ്സിലായില്ലേ? ഈ ഹദീസ് ഇങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിന്റെ തസ്ബീഹ് ചെല്ലും എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഖുർആൻ ഓതലും സ്ഥിരപ്പെടും. കാരണം ഇതിൽ നിന്നാണ് പണ്ഡിതന്മാരെ കണ്ടുപിടിച്ചത്. ആര് പറയുന്നത്? നവവി ഇമാം പറയാണ്, ലിഅന്നഹു ഇദാ കാന യുർജ തഖ്ഫീഫു ബിതസ്ബീഹിൽ ജരീദി ഫതിലാവത്തുൽ ഖുർആനി ഔലാ. ഒരു ജരീദ് പോലും, ഒരു ഈത്തപ്പന മട്ടൽ പോലും തസ്ബീഹ് ചെല്ലും, അതിൽ നിന്ന് പോലും തസ്ബീഹിനെ പ്രതീക്ഷിക്കപ്പെടുന്നു എങ്കിൽ ഒരാൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഖബറാളിക്ക് ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കുന്നത് അതിനേക്കാൾ പ്രതീക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. മനസ്സിലായില്ല? ഇതിനെ നിഷേധിക്കാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലായി. ഇതേപോലെ എന്തെങ്കിലും ഒരു നന്മ ജനങ്ങൾക്ക് മരണപ്പെട്ടതിന് ശേഷം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ഇബ്ലീസുകൾ പ്രത്യക്ഷപ്പെടും. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.